സിയാറ സംഘം നിലവിൽ മധുരയിലുള്ള സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പാന്റെ ദർബാറിലേക്കുള്ള യാത്രയിലാണ്. സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ ദർബാറിലേക്ക് മധുരയിൽ നിന്ന് അവിടെ നമ്മൾ ഈ മലകൾ കയറിക്കൊണ്ട് 1000-ലേറെ സ്റ്റെപ്പുകൾ കയറിക്കൊണ്ടായിരിക്കണം അങ്ങോട്ട് പോവേണ്ടത്. എല്ലാവരും വലിയ പ്രതീക്ഷയോടെ വലിയ ആകാംക്ഷയോടെ ആ സ്ഥലമൊന്ന് പോവണം, അവിടുന്ന് കാണണം എന്നുള്ള വലിയ ആ ഒരു ഉത്സാഹത്തോടെ കയറി തുടങ്ങി. ഇടയ്ക്കൊക്കെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ ക്ഷീണം കാരണം ഇരിക്കുന്നുണ്ട് എങ്കിലും ഈ കയറ്റം വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. കയറി എല്ലാവർക്കും അറിയാൻ കഴിയും. കയറിക്കൊണ്ട് പകുതിയാകുമ്പോഴേക്കും നമുക്ക് കാണാൻ കഴിയും മധുര സിറ്റി. ഇങ്ങനെ പകുതി കയറുമ്പോഴേക്കും മധുര സിറ്റി മുഴുവനും ദൂര വീക്ഷണത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ആഹാ, എന്തു രസം! കണ്ടാൽ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ, എന്തെന്നില്ലാത്ത മനോഹരമായ രീതിയിലുള്ള കാഴ്ചകൾ കണ്ടു. വീണ്ടും കൊടും കാറ്റിലൂടെ നമ്മൾ കയറി മുന്നോട്ട് പോവുകയാണ്. കാടുകൾ ദുർഘടമാണെങ്കിലും പഴയതുപോലെയല്ല. ഇന്ന് സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം ഇവിടെ വന്നതുകൊണ്ട് ഭയപ്പെടാൻ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഏകദേശം പകുതി കഴിയുമ്പോൾ പല മക്ബറകളും കാണാനിടയാവും. മഹാനായ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ കൂടെ ഉണ്ടായിരുന്ന ഹാദിമുകളുടെ മക്ബറകളാണതെന്ന് അറിയാൻ കഴിഞ്ഞു. കയറി അല്പദൂരം എത്തിയപ്പോഴാണ്, മുകളിലേക്ക് എത്തിയപ്പോഴാണ് ഈ കുരങ്ങന്മാരുടെ മനോഹരമായ കാഴ്ചകൾ കാണുന്നത്. ഈ കാണുന്നതാണ് മഹാനായ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ ദർബാർ. അൽഹംദുലില്ലാ, അങ്ങനെ എല്ലാവരും ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ട് മഹാനായ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ ദർബാറിലേക്ക് എത്തി. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭൂതിയാണ്. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് കണക്ഷൻ പോലും നിലവിലില്ല. അങ്ങനെയൊന്നുമില്ല എങ്കിലും അവർ സോളാർ സിസ്റ്റം എല്ലാം ഉപയോഗിച്ച് ചെറിയ രീതിയിലെല്ലാം കരണ്ടെല്ലാം സംവിധാനം സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യം എത്തിയവരെല്ലാവരും പിന്നീട് വരുന്നവരെ കാത്തിരിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ ദർബാറിലാണ്. സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ കൂടെ ദീനി പ്രബോധനത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് വന്നതിൽപ്പെട്ട പ്രധാനപ്പെട്ടവരായിരുന്നു മഹാനായ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പ. മഹാനവറുകൾ ഇങ്ങോട്ട് വരുന്ന കാലത്ത് ജിദ്ദ ഗവർണറായിരുന്നു എന്നൊക്കെ ഒരിടത്ത് കാണാം. അത് അബ്ബാസ് മന്ത്രിയെ കുറിച്ചും അങ്ങനെ പറയുന്നതായി കാണാം. ഏതായാലും മഹാനായ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പയും ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പയും എല്ലാവരും ഈ മധുര എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. ഇവിടെ ദീനി പ്രബോധനം തുടങ്ങി. അവരുടെ സരളമായ ആ ദീനി പ്രബോധന ശൈലി ഇഷ്ടപ്പെട്ടത് കാരണം ഇവിടെ ഏകദേശം ആളുകൾക്ക് ഇസ്ലാം മതത്തിലേക്ക് ഒഴുകുകയുണ്ടായി. അന്ന് ഇവിടെ ഭരിച്ചിരുന്നതാണ് വീര്യപാണ്ഡ്യ രാജാവ് എന്ന് പറയുന്ന പാണ്ഡ്യ രാജാക്കന്മാരാണ്. പാണ്ഡ്യ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബമാണ്. വീര്യപാണ്ഡ്യ രാജാവ് അതിലത്തെ ഒരു രാജാവിന്റെ പേരാണ്. എന്നാലും പാണ്ഡ്യ രാജാക്കന്മാരാണ് അന്ന് ഇവിടെ ഭരണം നടത്തിയിരുന്നത്. ഏതായാലും നമുക്കറിയാം, ഒരു നാട്ടിൽ ഒരു നല്ല നിലയ്ക്ക് ഒരു ഭരണം കൊണ്ടുപോകുന്ന ഒരു രാജാവിന് ആ രാജ്യത്ത് മറ്റൊരാൾ വന്നുകൊണ്ടൊരു പുതിയ ആശയം കൊണ്ടുവന്ന് അവിടെ അദ്ദേഹത്തിന് ആളുകൾ കൂടി വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്കൊരു വൈമനസ്യം അല്ലെങ്കിൽ ഒരു വിദ്വേഷം സ്വാഭാവികമാണല്ലോ. മഹാനായ അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പാന്റെ ചരിത്രത്തിലൊക്കെ ഈ വിഷയം ഇതുപോലെ അവിടെയും പറയുന്നുണ്ട്. മറ്റൊരു സ്ഥലത്തൊക്കെ പറഞ്ഞു കൊണ്ടുവന്നത്, അങ്ങനെ ഈ വീര്യപാണ്ഡ്യ രാജാവിന് ഇവരോട് വല്ലാത്ത വിദ്വേഷമായി. ഇവരുടെ ഈ ഒരു ശൈലിയെക്കുറിച്ചും ഇവരുടെ ഈ ഒരു പ്രബോധനത്തെക്കുറിച്ചും മഹാനായ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പയെ ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പ ഈ മധുരയുടെ ഭരണം ഏൽപ്പിച്ചുകൊണ്ട് നേരെ ഏർവാടിയിലേക്ക് മഹാനവറുകൾ പോയി. അങ്ങനെ പോയതിനു ശേഷം ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ജാതി മതഭേദമന്യേ നല്ല രീതിയിലുള്ള ഈ ഒരു പ്രബോധന ശൈലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കാരണം മഹാനവറുകളുടെ ആ ഒരു ആശയത്തിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ഓരോരുത്തരും. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിലാണ് വീര്യപാണ്ഡ്യ രാജാവ് ഇവിടെ ഒരു ഘോരമായ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അന്ന് കാലത്ത് മഹാനായ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പക്ക് അനുയായികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടലിൽ ഈ വീര്യപാണ്ഡ്യ രാജാവും സംഘവും ഈ നാടിനോട് പിന്തിരിഞ്ഞോടേണ്ടി വന്നു. അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു ഓടി എന്നുള്ളതൊക്കെ എങ്കിലും ഇവരുടെ മനസ്സിലുണ്ട് സ്വന്തം നാട് നമുക്ക് തിരിച്ചെടുക്കണം എന്നുള്ളത്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോഴേക്കും മഹാനായ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ അടുത്ത് അന്ന് മഹാനവറുകൾ അണികളായിക്കൊണ്ട്, അതായത് മഹാനവറുകളുടെ പടയാളന്മാരായിക്കൊണ്ട് ചുരുക്കം പേരെ ഉണ്ടായിട്ടുള്ളൂ. ഇസ്ലാം മതം സ്വീകരിച്ചവരുണ്ടെങ്കിലും മഹാനവറുകളുടെ ഭരണകൂടത്തിലുള്ളവർ ചുരുക്കം പേരെ ഉണ്ടായിട്ടുള്ളായിരുന്നു.
അങ്ങനെ 12 വർഷമാണ് ചരിത്രങ്ങൾ ഒരിടത്ത് കാണാം ഇവിടെ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പ ഭരണം നടത്തിയത്. ഇതിനിടയിൽ ഇതിൻ്റെ അവസാന സമയം മഹാനവറുകൾ ഇവിടെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു വീര്യപാണ്ഡ്യ രാജാവ് വലിയ ഒരു സൈന്യത്തെയും കൊണ്ട് ഇങ്ങോട്ട് ഈ മധുര എന്ന് പറയുന്ന ഈ നാടിനെ കീഴടക്കാൻ വേണ്ടി വരുന്നത്. ഈ ഒരു വിവരം മഹാനായ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പ അറിഞ്ഞു. സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പയും അതുപോലെ ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പയൊക്കെ വലിയ വാളും പരിചയവും കൊണ്ട് യുദ്ധം ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു. അങ്ങനെ ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ ചാരത്തേക്ക് ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പ 7 അംഗ സംഘത്തെ പറഞ്ഞേക്കാൻ. എന്തിനാ പറഞ്ഞേക്കുന്നത്? നമ്മളെടുത്ത് ഇങ്ങനെ സൈന്യ യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് അവർ വരുന്നുണ്ട് എന്നുള്ളതും അതുകൊണ്ട് കുറച്ച് അണികളെ കുറച്ച് ഭടന്മാരെ അങ്ങോട്ട് കൊടുത്തയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏർവാടിയിലേക്ക് ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പാൻ്റെ അടുത്ത് പറഞ്ഞയച്ചു. അങ്ങനെ 7 അംഗ സംഘം ഇവിടുന്ന് പോയി. അന്ന് കാലത്ത് കത്തില്ല, സൗകര്യമില്ല, ഫോണില്ല, മെസ്സേജ് സംവിധാനമില്ല. അങ്ങനെ പറഞ്ഞയച്ചു. അവർ പോയി ഈ 7 അംഗ സംഘം പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ട് 2 പേരെ ഈ വരുന്ന പാണ്ഡ്യരാജാവിൻ്റെ സൈന്യത്തിൽപ്പെട്ട ചിലർ കണ്ടുമുട്ടുകയും അപ്പോൾ തന്നെ അവർ അരിഞ്ഞു വീഴ്ത്തി അവരവിടെ ഷഹീദായി. അങ്ങനെ ബാക്കി 5 പേർ എങ്ങനെയോ രക്ഷപ്പെട്ടുകൊണ്ട് വേഗം പോകുന്ന സമയത്താണ് വൈഗ നദി എന്ന് പറയുന്ന നദിയുടെ തീരത്തെത്തിയപ്പോൾ ഈ നദിയിൽ അവിടെയൊക്കെ ഈ വെള്ളത്തിനൊരു സ്വഭാവമാണ്. ചില സമയത്ത് ഈ രാവിലെ ആയി കഴിഞ്ഞാൽ വെള്ളം കയറും, ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ ഇറങ്ങും. അങ്ങനെ സംഭവമല്ലേ? ഉണ്ടോ? ഭയങ്കരമാണല്ലോ. ആ സംഗതി. ഈ വേലിയേറ്റത്തിന്റെ സമയമായപ്പോൾ ഇവർക്ക് അങ്ങോട്ട് അതുവഴി സൈഡ് വഴി പോകാൻ ബുദ്ധിമുട്ടായി. ഇവർ വൈഗ നദിയുടെ തീരത്ത് ഇവർ വിശ്രമിക്കാൻ വേണ്ടി കിടന്നു. ആ സാധുക്കൾ കിടന്നു, ഒന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഇവർ നെട്ടി എണീച്ച് നോക്കുമ്പോൾ ഇവർ കാണുന്നത് പാണ്ഡ്യരാജാവിൻ്റെ സൈനികരുടെ വാളുകളാണ് കാണുന്നത്. പാണ്ഡ്യരാജാവിൻ്റെ സൈനികന്മാര് ഉറക്കത്തിലുള്ള ഈ സാധുക്കളെ ഒരു കരുണയും കാണിക്കാതെ അരിഞ്ഞു വീഴ്ത്തി എല്ലാവരെയും അരിഞ്ഞു. അവരെന്തായി? അതോടെ ഈ ലോകത്തിന് ഷഹീദായി പോയി. അങ്ങനെ ആ വൈഗ നദിയിൽ അവരെ ഒഴുക്കിയെന്നും അവിടെ തന്നെ മറമാടിയെന്നും ചരിത്രങ്ങളിൽ കാണാം. ഒരു കണ്ണുചോര പോലും കാണിക്കാതെ അവർ 7 പേരും എന്തായി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഈ വിവരം മഹാനായ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പ അറിഞ്ഞു. അപ്പൊ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പ നിലവിൽ ഈ മലയിലല്ല ഉള്ളത്, നിലവിലുള്ള താഴത്ത് മധുരയിലാണുള്ളത്. അങ്ങനെ ഇത് വിവരം അറിഞ്ഞപ്പോൾ മഹാനവറുകളുടെ ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, ബാദുഷാ തങ്ങളുപ്പാപ്പാൻ്റെ അടുത്ത് നിന്ന് വരാനിരിക്കുന്ന സൈന്യം എന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പാണ്ഡ്യ രാജാവും സംഘവും ഇവിടെ അവർ എന്തായി? യുദ്ധം തുടങ്ങി. യുദ്ധം തുടങ്ങിയപ്പോൾ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പാൻ്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് പേരുണ്ടായ സൈന്യത്തെ എല്ലാവരെയും അവർ തട്ടി അരിഞ്ഞു വീഴ്ത്തി. സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പാക്ക് ഈ ഒരു രംഗം കണ്ടപ്പോൾ മനസ്സിലായി, ഇത് നമ്മൾ കയ്യിൽ ഒതുങ്ങുന്നതിനപ്പുറം എത്തുമെന്ന് തോന്നിയപ്പോൾ ഇസ്ലാം മതം ഇവിടെ നിലനിൽക്കണമല്ലോ. അവർ മെല്ലെ അവിടെ നിന്നെന്തായി? വേഗം അവർ അവിടുന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അവരും അല്പ സൈന്യവും കൂടെ രക്ഷപ്പെട്ടുകൊണ്ട് വന്ന മലയാണ് കുർപ്പറംകുണ്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മല പിന്നീടാണ് സിക്കന്ദറിലേക്ക് എത്തുന്നത്. അപ്പം കുർപ്പറംകുണ്ടം എന്ന തമിഴ് ഭാഷയാണ്, ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നം കണ്ട. അപ്പം എന്തായാലും ആ പേരിൽ അറിയപ്പെടുന്ന ഈ മലയിലേക്ക് മഹാനവറുകളും അല്പം സംഘവും കയറി. അങ്ങനെ കയറിയതിനു ശേഷം മഹാനവറുകൾ ഈ മലയുള്ള പച്ചിലകളും അരുവിയിലുള്ള വെള്ളമെല്ലാം കഴിച്ചുകൊണ്ടായിരുന്നത്രേ മഹാനവറുകളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഏതായാലും ബാക്കിയുള്ള അണികളെല്ലാവരെയും വധിച്ച പാണ്ഡ്യ രാജാവിന് എന്തായി? വല്ലാത്ത മനസ്സമാധാനക്കേട്. കാരണം മധുരയിൽ ഭരണം കിട്ടിയെങ്കിലും എവിടെ പോയി ബാദുഷാ? കാരണം ബാദുഷയെ കിട്ടിയില്ലെങ്കിൽ ഇനിയും ബാദുഷ തിരിച്ചു വരും. സിക്കന്ദർ ബാദുഷ ഞാൻ ഉദ്ദേശിക്കുന്ന 2 ബാദുഷാണ്. ഇത് സിക്കന്ദർ ബാദുഷ, അത് ഏർവാടി ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പ. അങ്ങനെ ഈ മധുര രാജാവ് ഉത്തരവിട്ടു, എവിടെ പോയിട്ടാണെങ്കിലും ആരെ കണ്ടുപിടിക്കണം? ഒരു സപ്പോർട്ട് ചെയ്തോളൂ. മഹാനായ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പയെ കണ്ടുപിടിക്കണം ഉത്തരവിട്ടു. അങ്ങനെ തെരച്ചിൽ തുടങ്ങി. ആ തെരച്ചിലൊടുവിൽ അവർക്ക് മനസ്സിലായി, കുർപ്പറംകുണ്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മലയുടെ മുകളിൽ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പ ഉണ്ട് എന്നുള്ള വിവരം അവർക്ക് ലഭിച്ചു. അങ്ങനെ അവർ ആദ്യം തന്നെ ഈ മലയുടെ ചുറ്റും, നമ്മളിപ്പോൾ മലയുടെ സൈഡിലല്ലേ കയറിയത്, ഈ മലയുടെ ചുറ്റും സൈനികരെ നിർത്തി. മൊത്തം ഏതു വഴിയും ബാദുഷ ഇറങ്ങി പോകാൻ പാടില്ല, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പ ഈ മലയുടെ മുകളിലുണ്ട്. താഴെ മുഴുവനും പട്ടാളക്കാർ, ശത്രുക്കളുടെ പട്ടാളക്കാർ ചുറ്റും എല്ലാവരും ലോക്ക് ചെയ്തു. അങ്ങനെ ഈ പാണ്ഡ്യരാജാവിൻ്റെ മകൻ അവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം നേരെ മലയിലേക്ക് കയറി വന്നു. കയറി വരുന്ന സമയത്ത് സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പ ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ താഴെ പല ഇടങ്ങളിലായി സൈന്യത്തെ നിർത്തിയിരുന്നു. അവരെ കൂടെ ഉണ്ടായിരുന്ന അല്പം സൈന്യങ്ങൾ.
അവരെല്ലാവരും അരിഞ്ഞു വീഴ്ത്തി അവരുടെ ദർബാറുകൾ അങ്ങ് താഴെ കണ്ടില്ലേ. വരുമ്പോ ഇങ്ങനെ മക്ബറകൾ ആരൊക്കെ ചോദിച്ചു അത് ആരൊക്കെയാണ് മനസ്സിലായില്ലേ? അതിൽ പെട്ടവരുടെ മക്ബറകളാണ് ആ കാണുന്നത്. ആദ്യം അവരൊക്കെ അഴിഞ്ഞു വീഴ്ത്തിയും ഏകദേശം മുകളിലേക്ക് എത്തിയപ്പോ മഹാനായ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ കൂടെ പ്രധാനപ്പെട്ടുണ്ടായിരുന്ന കുറച്ച് പേരുണ്ട്. ബാദുഷാ തങ്ങളുപ്പാപ്പ ഈ സമയത്ത് നിസ്കാരത്തിലാണുള്ളത്. മഹാനവരുടെ കൂടെ പ്രധാനപ്പെട്ട കുറച്ച് പേരുണ്ടായിരുന്നു. അവരെയും അരിഞ്ഞു വീഴ്ത്തി ഈ രംഗം കണ്ട സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ കുതിര ഈ രംഗം ദൂരെ നിന്ന് വീക്ഷിച്ചു. മനസ്സിലായി. കുതിര ഇത് കണ്ടപ്പോ കുതിര അവരുടെ കാലുകളെ കൊണ്ടിങ്ങനെ പാറയിൽ മാന്തി ശബ്ദമുണ്ടാക്കി എന്ന് ചരിത്രങ്ങൾ കാണാം. ഈ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴേക്കും സൈന്യം ഓടി വന്നു. അവരുടെ വാള കൊണ്ട് കുതിരയുടെ കഴുത്തങ്ങോട്ട് അറുത്തു. കുതിര അവിടെ എന്തായി? ആ രക്തത്തിൽ പുരണ്ട അപ്പോൾ തന്നെ കുതിര ഷഹീദായി എന്നും ചരിത്രങ്ങളിൽ കാണാം. അങ്ങനെ ആ കുതിരയെയും കൊലപ്പെടുത്തി മഹാനായ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പാക്ക് ഈ വിവരം മനസ്സിലായി. മഹാനവറുകളുള്ളതോ നിസ്കാരത്തിലാണ്. അള്ളാഹുവിനോടുള്ള അതിയായ അടുപ്പത്തിലുള്ള സമയത്ത് നമുക്കറിയാം, നമ്മൾ ആരുടെ ചരിത്രത്തിൽ കേട്ടില്ലെന്നാ, മറ്റേ കാലിൽ നിന്ന് അമ്പ് വലിച്ച സംഭവം കേട്ടില്ലേ അല്ലേ? നാരദ എനിക്കും കൂടി ഇനി ഓർമ്മ ഉണ്ടാവാനായിട്ടാണ്, അല്ല നിങ്ങളെ പരീക്ഷിക്കാനല്ല. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ നിസ്കാരത്തിന് വലിക്കാൻ പറഞ്ഞില്ലേ? അതെന്തേ കാരണം? അവർ ആ സമയത്ത് കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അവർക്ക് ഇവിടുത്തെ ഒന്നും ഒരു വേദനയായി തോന്നില്ല. മഹാനായ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ കുതിര അവിടെ എന്തായി? ചത്തു വീണു അല്ലെങ്കിൽ ഷഹീദായി എന്നുള്ള വിവരം അറിഞ്ഞിട്ടും മഹാനവർക്ക് അള്ളാഹുവിനുള്ള ആ ഒരു മഹബത്തിൽ നിന്ന് വേർപിരിഞ്ഞ് പോരാൻ മഹാനവർക്ക് കഴിഞ്ഞില്ല. സുജൂദിലായി കൊണ്ടിരിക്കുന്ന മഹാനായ സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ അടുത്തേക്ക് സൈന്യം ഓടി വന്നു. വെട്ടാൻ വേണ്ടി ഓങ്ങി ആദ്യം ഘട്ടം മഹാനവർ കൈവിരലങ്ങ് ചൂണ്ടിട്ടുള്ളൂ. ആ ചൂണ്ടിയപ്പോഴേക്കും ആ വന്ന ആദ്യത്തെ സൈനികണ്ടല്ലോ അവിടെ തന്നെ വീണു. അവരെന്തായി? ഇവിടെ ചത്തുപോയി. അങ്ങനെ രണ്ടാമത് വന്നവർ മഹാനവറുകളെ ആക്രമിച്ചു. അവർ മഹാനവറുകളെ കൊത്തി കൊലപ്പെടുത്തി അങ്ങനെ വികൃതമായ രൂപത്തിലേക്കാക്കി എന്ന് ചരിത്രങ്ങൾ കാണാം. ഈ വികൃതമായ രൂപം രണ്ട് രൂപത്തിൽ പറയപ്പെടുന്നുണ്ട്. ഈ കാണുന്ന പാറയുടെ ഇട ഉണ്ടല്ലോ, ഈ പാറയുടെ ഇട, ഈ പാറയുടെ ഇട ചിലയിടങ്ങളിൽ കാണാം ഇതിന്റെ മുകളിലായിരുന്നു മഹാനവറുകൾ എന്നുള്ളത്. കാരണം അങ്ങനത്തെ മഹാനവറുകളെ കുത്തി കൊലപ്പെടുത്തിയ വികൃതമായ രൂപം കൊണ്ട് താഴെ രാജാവിൻ്റെ അടുത്തേക്ക് പോകണം. അങ്ങനെ അവരെന്തായി? വികൃതമാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ പാറയുടെ ഇടയ്ക്ക് ഈ ഗ്യാപ്പിലേക്ക് മഹാനവറുകൾ ആ ഒരു ജനാസ വീണതാണ് എന്നുള്ളതും പറയപ്പെടുന്നുണ്ട്. അതല്ല, ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിന്നാണ് കുത്തി മഹാനവറുകൾ ഷഹീദായി പോയതാണ് എന്നും ചരിത്രങ്ങളിൽ കാണാം. ഏതായാലും മഹാനവറുകളെ കുത്തിയ ആ കയറിയ എല്ലാവരുടെയും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. താഴെ പാണ്ഡ്യരാജാവിന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു, നിങ്ങൾ ചെയ്തത് മഹത്തായ ക്രൂരതയാണ് എന്നുള്ളതും നിങ്ങൾ ചെയ്ത വധിക്കപ്പെട്ട മഹാന്റെ ആ ഒരു ശരീരം ജനാസ ഇസ്ലാമികപരമായ രൂപത്തിൽ നിങ്ങൾ അതിനെ അടക്കം ചെയ്താലേ നിങ്ങൾക്ക് എന്തേ ഉള്ളൂ, നിങ്ങളുടെ അണികൾക്ക് കാഴ്ച ശക്തി തിരിച്ചു കിട്ടുകയുള്ളൂ എന്നുള്ള വിവരം താഴെയുള്ള പാണ്ഡ്യരാജാവിന് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടു. അങ്ങനെ പാണ്ഡ്യരാജാവിന്റെ ഇൻഫർമേഷൻ മുഖേന താഴെ വേറെ മുസ്ലിമീങ്ങൾ മൊത്തം കൊന്നില്ല, നേതൃത്വത്തെയാണ് കൊല്ലുന്നത്. താഴെയുള്ള മുസ്ലിമീങ്ങളാവുന്ന മറ്റു സുഹൃത്തുക്കളെ കൊണ്ടുവന്നു. അങ്ങനെ ഇസ്ലാമിക രീതിയിൽ മഹാനവറുടെ ജനാസ കബറടക്കം ചെയ്തു. അങ്ങനെ ആ സൈന്യത്തിനൊക്കെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടി എന്ന് ചരിത്രങ്ങളിൽ കാണാം. അങ്ങനെയാണ് മഹാനവറുകൾ ഈ മലയുടെ മുകളിലേക്ക് വന്ന രംഗം. അതാണ് അന്നു മുതലാണ് ഇത് സിക്കന്ദർ ബാദുഷാ റളിയല്ലാഹു എന്ന് പറയുന്ന ഈ ഒരു മഹാനവറുടെ പേരിൽ ഈ വലിയ മല അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1500ഓളം അടി ഉയരത്തിലാണ് ഈ മല നിലകൊള്ളുന്നത്. ഈ മലയുടെ മുകളിലായിരുന്നു ഒരുപാട് മസ്താന്മാരുടെ പേരെല്ലാം ഞാൻ ഓർക്കുന്നില്ല. പല മസ്താന്മാരും ഇവിടെ മാസങ്ങളോളം വർഷങ്ങളോളം ഇവിടെ റിയാദ വീട്ടാൻ ഇരുന്നിട്ടുണ്ട്. ചിന്തിച്ചു നോക്കി, അതായത് അത്ര പവിത്രമായ മണ്ണാണ്, അത്ര പവിത്രമായ ഇടമാണ്. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പ ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആരംഭപ്പൂവിന്റെ നിർദ്ദേശപ്രകാരം പോകുന്ന ആ ഫസ്റ്റ് സംഘത്തിൽപ്പെട്ട വലിയ ഭാഗ്യവാനും കൂടെയാണ് മഹാനായ ഇബ്രാഹിം സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പ. അപ്പൊ അത്ര വലിയ മഹാന്റെ ദർബാറിലാണ് പ്രിയമുള്ളവരെ നമ്മളുള്ളത്. കയറുമ്പോൾ അല്പം വിഷമം തോന്നിയെങ്കിലും
നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോൾ മഹാനവർ കാണുന്നുണ്ട്, ഇന്നാലിൻ്റെ നാട്ടിൽ നിന്നുള്ള ഇന്നാലിൻ്റെ സിയാറ സംഘം, ഹസന സിയാറ സംഘം കയറിയിട്ടുണ്ടെന്ന്. അവർക്ക് കുറേ ബുദ്ധിമുട്ടുണ്ട്, എന്നിട്ടും അവർ സഹിച്ചു കയറി. അവിടെയൊക്കെ മനസ്സിലോരോ മുറാദുകളൊക്കെ മഹാനവർ കാണും. ഔലിയാക്കൾക്കെല്ലാം കാണാൻ കഴിയുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ മനസ്സിലെ മുറാദുകളൊക്കെ ഇവിടെ എന്ത് ചെയ്യുക, പറയാ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഇനി ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ കാര്യമായ വർഗീയത നടക്കുന്ന സമയമാണ്. ഇവിടെ താഴെ കണ്ട പോലീസുമാർ, ആ പോലീസുമാരൊക്കെ ഇങ്ങോട്ട് വരുന്ന ഇവിടെ സമയമായി കഴിഞ്ഞാൽ തിരിച്ചു പറഞ്ഞേക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്. ഇതുവരെ അങ്ങനെ സംഭവം ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പം ഇദ്ദേഹം പറയാം, ഇവിടെ ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ കഴിഞ്ഞ ബാച്ച് എൻ്റെ ഓർമ്മ ശരിയായ 9-10 ദിവസം മുമ്പ് വന്ന ഹസന സിയാറുടെ സംഘം ഇവിടെ വന്നപ്പോൾ, അന്ന് ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് സിക്കന്ദർ ബാദുഷാഹി ഈ മല കയറാൻ കഴിഞ്ഞില്ല. അന്ന് ഇവിടെ കൊല നടന്നിട്ടുണ്ടായിരുന്നു കേട്ടു, അല്ലാഹു ആലം. ഏതായാലും ഇവിടുത്തെ കേസ് നടക്കുന്നുണ്ട്. ആ കേസിൻ്റെ പേരിൽ എന്തായി 6 ലക്ഷം രൂപയാണ് ഇപ്പം നിലവിൽ ഇവരെ കെട്ടിവെച്ചെന്ന് പറഞ്ഞ്. രണ്ടാമത് ഇപ്പം ഇവിടെ ഇന്ന് ഉറൂസ് നടക്കാൻ നിൽക്കാം. ഈ ഉറൂസ് വെറും 50 പേരെ ഇവിടെ പങ്കെടുപ്പിക്കാവൂ എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ടത്രേ. അപ്പോൾ അതിന് വീണ്ടും ഇവർ കോടതിയിൽ പോയിട്ടുണ്ട്. അതിന് വീണ്ടും ഈ ക്യാഷ് കെട്ടിവെക്കണം. ഇത് പറഞ്ഞാലോ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്. ഈ മഹാന്റെ കാര്യത്തിൽ കാര്യമായി സഹകരിക്കാനൊക്കെ ഉള്ളത് നമ്മൾ മാത്രമാണ്, നമ്മളെപ്പോലുള്ളവർ. നമുക്ക് മഹാൻ തരുന്ന എന്താ, ആത്മീയമായ നിർവൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾക്ക് മഹാൻ ആത്മീയമായി നമ്മെ സഹായിക്കും. ഇവിടുത്തെ പ്രതിസന്ധികൾക്ക് നമ്മളെല്ലാവരും കഴിയാവുന്ന ഒരു രീതിയിൽ പോകുന്ന സമയത്ത് ഇവിടെ എന്താ ചെയ്യുക, എല്ലാവരും കഴിയാവുന്ന ഹദിയ കൊടുക്കുക. അതിന് റെസിപ്റ്റ് ഇല്ല, റെസിപ്റ്റ് എനിക്കത് എല്ലാവരും പെട്ടിയിൽ എന്ത് ചെയ്യുക, കഴിയാവുന്നൊരു ഹദിയയുടെ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം കേസ് നടക്കലും അങ്ങനെ ഓരോ കാര്യമായിട്ട് അവൻ എന്തെല്ലാവരും കഴിയാവുന്നവർക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഹദി ഇട്ട് കൊടുക്കുക ഇവിടുത്തെ ഡെവലപ്പിന് വേണ്ടി. കാരണം ഇത് ഇവിടെ നിലനിൽക്കാം, ഇതെന്തായാലും അള്ളാഹു നിലനിർത്തും. പക്ഷേ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ നിലനിന്ന് നമുക്ക് എന്തായാലും എല്ലാ മുഅ്മിനീങ്ങൾക്കും ഇങ്ങോട്ട് വരാൻ അവസരം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടുത്തെ പ്രതിസന്ധികളൊക്കെ മാറ്റി നല്ല റാഹത്തിലായി മുഅ്മിനീങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ നമ്മളെ കൂടെ വന്ന ഒരുപാട് പേര് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മളെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ മകള് എന്തായി നട്ടലിന് എന്തൊക്കെ സംഭവിച്ചു, കിടപ്പിലാണെന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മോൾക്ക് പരിപൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മളെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് സംഭവങ്ങൾ, മക്കളില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ കാലിന് വാദമുള്ളവരുണ്ട്, കാലിന് വളവുള്ളവരുണ്ട്, അവസ്മാരമുള്ളവരുണ്ട്, അതുപോലെ തന്നെ മറ്റു പലരും നമ്മോട് പല മുറാദുകളും പറഞ്ഞിട്ടുണ്ട്. എല്ലാം മഹാൻക്കറിയാം. നമ്മളിവിടെ പറഞ്ഞില്ലേ, മഹാനവർക്ക് അറിയാം എല്ലാ കാര്യങ്ങളും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും പ്രതിസന്ധികൾക്ക് പരിഹാരം കാണിച്ചു തരുമാറാവട്ടെ. അപ്പൊ നമ്മൾ ഹബീബായ മുത്തിന്റെ അടുത്ത് നിന്നല്ല വന്നത് ഇവര്. അപ്പൊ ഹബീബിന്റെ മദ്ഹ് അല്പം ചൊല്ലിയിട്ട് ദുആ ചെയ്യുമ്പോൾ ഇവർക്ക് എന്തായാലും ആ സദസ്സ് ഇഷ്ടപ്പെടും. മനസ്സിലായില്ലേ? ഖുർആൻ ഓതിയാൽ ഇഷ്ടപ്പെടും, ഹബീബിന്റെ മദ്ഹ് പാടിയാൽ സന്തോഷം ഇഷ്ടപ്പെടും. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഹബീബിന്റെ മദ്ഹ് പാടിയാൽ എന്തായാലും സ്വീകരിക്കും, ഉറപ്പാണ്. അപ്പോൾ ഇനി ഒന്നും കൂടി ഇവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അതുകൊണ്ട് ആക്രമ ബൈത്ത് നമ്മളെല്ലാവരും ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കട്ടെ. അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ يا أكرم الخلق ما لمن ألوذ به سواك أنساهل الحديث العامم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلي ذيك رسول الله داهك بي إذا الكريم تهل لا باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما على
حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربه يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا മഹത്തായ മജ്ലിസ് എല്ലാം കഴിഞ്ഞു, സിയാറകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹസന സിയാറ സംഘം സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പയോട് സലാം പറഞ്ഞു തിരിച്ചിറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം മഗ്‌രിബോട് അടുക്കാൻ സമയമായിട്ടുണ്ട്. തിരിച്ചിറങ്ങുമ്പോൾ തന്നെ കയറുന്നത് പോലെ തന്നെയാണ് തിരിച്ചിറങ്ങാൻ അത്ര എളുപ്പമായിരുന്നില്ല. തിരിച്ചിറങ്ങുമ്പോഴും വളരെ സൂക്ഷിച്ചു കൊണ്ട് തന്നെ ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മുടെ കൂടെ വന്ന പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഏകദേശം എല്ലാവരും മുകളിലേക്ക് എത്തി എന്നുള്ളത് തന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. പ്രിയപ്പെട്ട ഉമ്മമാരുപ്പമാർ നമ്മുടെ കൂടെ വരുമ്പോൾ എല്ലാ സ്ഥലങ്ങളും കാണുക അറിയുക എന്നുള്ളത് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമുള്ള കാര്യമാണ്. പ്രിയമുള്ളവരെ, ഈ വീഡിയോകളെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ അതിൻ്റേതായ അത്യാവശ്യം ബുദ്ധിമുട്ടുകളുണ്ട്. ആയതിനാൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് വിനയത്തോട് സൂചിപ്പിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾക്കൊക്കെ നമ്മുടെ ഈ വീഡിയോകൾ അയച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം ഞങ്ങൾ സിക്കന്ദർ ബാദുഷാ തങ്ങൾ പാപ്പാൻ്റെ ദർബാർ സിയാറെല്ലാം കഴിഞ്ഞു. തിരിച്ചിറങ്ങി പകുതിയോളം ഏകദേശമായിട്ടുണ്ട്. നല്ല ഇളം കാറ്റുകൾ അടിക്കുന്നത് കൊണ്ട് തന്നെ കാര്യമായ ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമായൊരു കാര്യമാണ്. അങ്ങനെ ഏകദേശം കയറുമ്പോൾ കണ്ടിരുന്ന ആ പാറകളെല്ലാം എത്തി. അൽഹംദുലില്ലാ, പോരുന്ന സമയത്തും പോകുന്ന സമയങ്ങളിലും നമ്മൾ ഉമ്മമാർക്കൊന്നും കാര്യമായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സിയാറകളെല്ലാം കഴിഞ്ഞു. മധുരയുടെ താഴ്വാരത്ത് ഞങ്ങളെല്ലാവരും എത്തി. അപ്പോഴേക്കും ഏകദേശം മഗ്‌രിബ് കഴിഞ്ഞിരുന്നു. അങ്ങനെ മഗ്‌രിബിനെയും ഇശാഇനെയും കൂടെ ഇവിടെയുള്ള പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ച് അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി യാത്ര. കാരണം ഇനി യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി നേരെ നാട്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള യാത്രയാണ്. ഈ കാണുന്ന മധുരയുടെ താഴ്വാരത്തുള്ള ഒരു മഖാമാണ്. മഹാനായ സിക്കന്ദർ ബാദുഷാ തങ്ങൾ പാപ്പയുടെ ഖാദിമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചു. വളരെ റാഹത്തായിക്കൊണ്ട് ഞങ്ങൾ ഒന്ന് യാത്ര തുടങ്ങി. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.